ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രവർത്തക സമ്മേളനം ഇന്ന് കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉടൻ പതാക ഉയർത്തും. BKS അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര യോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള 1000-ഓളം സംഘടനാ പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, സംസ്ഥാന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ എങ്ങനെ? പതാക ഉയർത്തൽ അല്പസമയത്തിന് ഉണ്ടാകും അല്ലേ? ഈ പരിപാടിയിൽ നമുക്ക് വേണ്ടി പ്രത്യേക വരുന്നുണ്ട്. ഒന്ന്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീ ആശാലത, നമ്മുടെ ഭാരത പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള നീല വിപ്ലവം, കടലിലെ സമ്പത്ത് എങ്ങനെ ചൂഷണം ചെയ്യാം, ചൂഷണമില്ല, അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിനെക്കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള ക്ലാസ് എടുക്കാനായി ഡോക്ടർ ആശാലത ഇവിടെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിസയുടെ കേരളത്തിലെ FPOൻ്റെ പ്രധാന പ്രവർത്തനം സജീവമായിട്ട് തന്നെ ചെയ്യുന്ന സിസയുടെ ചെയർമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഡോക്ടർ സുരേഷ് കുമാർ സാർ, അദ്ദേഹം വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രവർത്തന സമിതിയിലെ നമുക്കറിയാം, ഒരു പൊതു സംഘടന എന്ന നിലയ്ക്ക് ഒരു പരിപാടി കഴിയുമ്പോൾ ആ സംഘടന അതിൻ്റെ വ്യക്തിത്വം പുലർത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട്. അത്തരത്തിൽ ഭാരതീയ കിസാൻ സംഘ് എന്ന അഖില ഭാരതീയ സംഘടനയുടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രമേയം നമ്മൾ ഉച്ചയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ടാവും. അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ രതീഷ് ഗോപാലാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാർഗനിർദ്ദേശം നൽകി എന്താണ് ഈ സംസ്ഥാന പ്രവർത്തക സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? വിശദാംശങ്ങൾ മിഥുൻ മുരളി കേൾക്കാമെങ്കിൽ. സംസ്ഥാന പ്രവർത്തക സമ്മേളനം തുടങ്ങി. എന്താണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം? പ്രധാനമായും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ കഴിഞ്ഞ 10 വർഷം കിസാൻ കാർഷിക മേഖലയ്ക്കുണ്ടായിരിക്കുന്ന ഉണർവ്, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നേട്ടങ്ങൾ, കർഷകർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ, ഈ അനുകൂല സാഹചര്യങ്ങൾ സാധാരണ കർഷകരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രചാരം, ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായും ഇന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സെമിനാറുകളിൽ വിഷയമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ഈ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തി. BKS അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര യോഗം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനവും ചെയ്തു. അഖില ഭാരതീയ ഉപാധ്യക്ഷൻ പി പെരുമാൾ ആശംസാ പ്രസംഗം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി നാരായണൻകുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്തുകയാണ്. സംസ്ഥാന സമിതി അംഗം വത്സലകുമാരി അന്തരിച്ച കർഷകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് നടക്കുന്ന സംഘടനാത്മക സഭയിൽ RSS ദക്ഷിണ ക്ഷേത്രീയ കാര്യകാരി സദസ്യൻ PR ശശിധരൻ സംസാരിക്കും. മുതിർന്ന പ്രചാരക് CH രമേശ് സംബന്ധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:30 കൂടി നടക്കുന്ന പ്രത്യേക സെമിനാർ ആയിട്ടുള്ള പ്രത്യേക യോഗങ്ങൾക്ക് തുടക്കം ഉച്ചയ്ക്ക് 12:30 ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ യോഗത്തിലാണ് കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ, ഇതുവരെ രാജ്യത്ത് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിലയിരുത്തലുകൾ, ഇതൊക്കെ സംബന്ധിച്ച ഒരു ക്ലാസുകൾ ഉണ്ടാവുക. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 1000-ഓളം പ്രധാന സംഘടനാ പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇനി മോഹിനി മോഹൻ മിശ്ര, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അല്പസമയത്തിനുള്ളിൽ സംസാരിക്കും. അദ്ദേഹം ഇതുവരെ രാജ്യത്തെ കർഷകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന നേട്ടങ്ങൾ, ഇനി കൈവരിക്കേണ്ട വിലയിരുത്തലുകൾ, ഇതൊക്കെ സംബന്ധിച്ച് കർഷകരുടെ അഭിസംബോധന ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്വാഗത പ്രസംഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് വേണ്ടി, അദ്ദേഹത്തെ അതോർക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന സംഘടനാ പ്രതിനിധികൾ. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രവർത്തക സമ്മേളനം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം പതാക ഉയർത്തി. BKS അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര യോഗം ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് വേദിയിൽ. ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് 1000-ഓളം സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.